സങ്കടവും ദുരിതവും പേറി കോഴിക്കോട് റോഡിലെ യാത്രക്കാർ. വളാഞ്ചേരി നഗരത്തിലെ നിത്യകാഴ്ചകളാണ് ഈ രംഗങ്ങൾ. നമ്മൾ ഇതിക്കൂടെ പോകുമ്പോൾ നമ്മൾ തലയിൽ വീഴും, ഡ്രസ്സിൽ വീഴും. അപ്പോൾ ഇതിന് കാഷ്ടായ നമുക്ക് കഴുകാനൊന്നും പോകില്ല. പിന്നെ വീട്ടിൽ തിരിച്ചു പോകുക പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോണതാണ്. അപ്പോൾ പെട്ടെന്ന് ഒക്കെയാണ് സംഭവിക്കുക. 1, 2, 3, 4 മരം നല്ല ഒരുപാടുണ്ട് ഈ സൈഡിൽ. നല്ല ബുദ്ധിമുട്ടാണ് അത്. കരിങ്കല്ലത്താണി മുതൽ കാവുംപുറം വരെയുള്ള റോഡിലെ തണൽ മരങ്ങളിലെ കുടികിടപ്പുകാരാണ് കൊറ്റിയും കാക്കയും മറ്റു പക്ഷിക്കൂട്ടങ്ങളും. പുലർക്കാലങ്ങളിലെ കൊറ്റികളുടെ ഉയർത്തെഴുന്നേൽപ്പ് ഫോട്ടോഗ്രാഫർമാർക്കും നല്ല കാഴ്ചകളാണ്. എന്നാൽ ഇതിനൊരു മറുപുറമുണ്ട്. ഇരുചക്രവാഹന യാത്രക്കാരാണ് ദുരിതം പേറുന്നതെങ്കിൽ കാർ യാത്രക്കാരുടെ ദുരിതവും ചെറുതല്ല. പക്ഷിക്കാഷ്ടങ്ങൾ വാഹനങ്ങളുടെ നിറം തന്നെ മാറ്റിക്കളയും. കാവുംപുറം പ്രദേശത്ത് നിന്ന് വളാഞ്ചേരിക്ക് നമ്മള് ടൂവീലറിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇരണ്ടാണാവും കൊച്ചുകൾ ഇവരെ രണ്ടോ ഈ എല്ലാം മരത്തും. അപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡ് വണ്ടി ഓടിച്ചു പോകുമ്പോ ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് കൊറ്റി നമ്മളെ മേത്ത് കാഷ്ടിച്ച് നമ്മളൊരു ബൈക്ക് പോകുമ്പോൾ നമ്മളെ ഡ്രസ്സെല്ലാം നശിപ്പിക്കും. അപ്പോൾ അതിനൊരു പരിഹാരം കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം കൊച്ചിനോട് നമ്മൾ വിരോധം ഉണ്ടായിട്ടല്ല, കൊച്ചി ഇതൊക്കെ നിന്ന് നമ്മളെ പ്രദേശത്ത് ജീവിക്കുന്ന സഹജീവികളാണ്. അത് നമ്മളവരെ കുറ്റപ്പെടുത്തി പറയല്ല. പക്ഷെ നമുക്ക് ഒരുപാട് യാത്രക്കാർക്ക് ഈ ഒരു ടൂ വീലർ യാത്രക്കാണ് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവുക. മറ്റുള്ള വാഹനങ്ങളിൽ പോകുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതിലെല്ലാം പുറമെ ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ കൂട്ടിൽ നിന്ന് താഴേക്ക് വീണ് അപകടത്തിൽപ്പെട്ട് ജീവഹാനി സംഭവിക്കുന്നത് കാൽനട യാത്രക്കാർക്കും കച്ചവടക്കാർക്കും നിത്യ കാഴ്ചകളാണ്. വാഹനയാത്രക്കാർക്ക് പക്ഷിക്കാഷ്ടം ദുരിതമാണെങ്കിൽ നിരവധി കുഞ്ഞുങ്ങളാണ് ഓരോ സമയത്തും റോഡിൽ വീണ് ജീവഹാനി സംഭവിക്കുന്നത്. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മളെ മേത്തേക്ക് വീഴുക. പിന്നെ മരത്തുമ്പോൾ നിറഞ്ഞിട്ടാ തോന്നുന്നു ഈ ലൈനും കമ്പിയുമൊക്കെ വന്നിരുന്ന് ഇപ്പൊ മീൻ വിൽക്കണ സൈഡിക്കും ഇതാവൽ തുടങ്ങിയിരുന്നു. ഇപ്പൊ മിഞ്ഞാന്ന് ശനിയാഴ്ച ഒരു കുട്ടി അതിൻ്റെ കൂട്ടിന്ന് വീണിട്ട് ഡയറക്റ്റ് നിലത്തേക്ക് വീണ്. ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ചെന്നപ്പോത്തിന് മേത്ത് കൂടെ വണ്ടി കയറിയിട്ട് ആകതായി. അപ്പൊ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരുപാട് മരങ്ങളുണ്ട് റോഡ് സൈഡിൽ. മരം വെട്ടാൻ എന്തായാലും പറ്റും തോന്നുന്നില്ല. എല്ലാ മരത്തുമ്മയും കൂട് കൂട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിർത്തുന്ന കടന്റെ മുന്നിൽ നിർത്തുന്ന എല്ലാ വണ്ടിക്കാരുടെ ഇതിലും ഇങ്ങനെ കാസ്റ്റിട്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ കടന്റെ മുന്നിലും റോട്ടുമ്പിലും മൊത്തത്തിൽ ഞങ്ങൾക്ക് എന്നല്ല എല്ലാവർക്കും അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉള്ളത്. ഇതിൽ എല്ലാവരും ആരെങ്കിലും വണ്ടി നിർത്തിയിട്ടാൽ ഏത് നേരം അതിന്റെ മേലേക്ക് കാസ്റ്റിച്ചിട്ടായിട്ടും അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. ന്യൂസ് ഡെസ്ക് 3 Max Live.